ഹലോ സ്റ്റുഡൻസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. PT എക്സാമിൽ ഓഗസ്റ്റ് 7 മുതൽ അപ്ഡേറ്റുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അത് കേട്ടപ്പോൾ മുതൽ നമ്മളെല്ലാവരും ഭയങ്കര പാനിക്കായിട്ട് പേടിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന പോലെ ഭയങ്കര ഭീകരമായ, ഭയങ്കര പാനിക് ആവേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവർ അത്യാവശ്യം ചില പുതിയ കാര്യങ്ങൾ, ചില അപ്ഡേറ്റുകൾ അവർ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ നിങ്ങൾ പേടിക്കത്തക്ക നിലയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഏത് പുതിയ കാര്യം വന്നാലും അതിൻ്റെതായിട്ടുള്ള ടിപ്സും സ്ട്രാറ്റജീസും ഒക്കെ വരുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോ ഒരുപാട് മുഖവര പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ഈ വീഡിയോയുടെ പർപ്പസ് എന്താണെന്ന് ആദ്യം പറയാം. ഈ വീഡിയോ ഒരുപാട് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാക്സിമം പോയി ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒരിക്കലും ഞാനൊരു വീഡിയോ എടുക്കത്തില്ല. യൂട്യൂബ് അല്ലേ, എന്നാ പിന്നെ 2 വീഡിയോ ഇട്ടേക്കാം എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കത്തില്ല. പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ എടുക്കത്തുള്ളൂ. അപ്പൊ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന്, PT-യിലെ ക്വസ്റ്റ്യൻ സെറ്റുകൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട, പുതിയതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചെല്ലാം ഒന്ന് പറയുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ PT തന്നെ, പിയേഴ്സൺകാർ തന്നെ ഒഫീഷ്യലായിട്ട് ഒരു PDF റിലീസ് ചെയ്തിട്ടുണ്ട് അവരുടെ അവർ നടത്തിയ പഠനവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഓരോ ക്വസ്റ്റ്യനും എത്ര പെർസെൻറ്റേജ് മാർക്കാണ് ഓരോ മൊഡ്യൂളിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നും ഓവറോൾ മാർക്കിങ്ങിൽ എത്ര പെർസെൻറ്റേജ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ഒരു PDF ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എത്ര പെർസെൻറ്റേജ് മാർക്ക് ഒക്കെയാണ് നമുക്ക് തരുന്നത് എന്ന് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണം. അത് ഒരു പർപ്പസാണ്, ഈ വീഡിയോയുടെ പർപ്പസുകളിലൊന്നാണ്. ഇനി അപ്പൊ തന്നെ നമ്മൾ നേരത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിരുന്ന പല ക്വസ്റ്റ്യനുകളും ഇനി മുതൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. പുതിയതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതൊക്കെ ക്വസ്റ്റ്യനുകളായിരിക്കും നമ്മൾ ഇനി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇനി പെർസെൻറ്റേജ് മാത്രമല്ല, ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കും കൂടെയാണ് PT-യിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളൊരു ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് നമ്പർ ഡിസ്കസ് ചെയ്യണം. നിങ്ങൾക്ക് അത് പറഞ്ഞു തരണം ഓരോ ക്വസ്റ്റ്യനും. അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇനി പഠിക്കാനും പ്രാക്ടീസ് ചെയ്യണം. അതാണ് ഈ വീഡിയോയുടെ പർപ്പസ്. ഒരുപാട് സമയം കളയാതെ കാര്യത്തിലോട്ട് പോകാം. പിന്നെ ആകെ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം. PT സ്റ്റോറീസിന്റെ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇല്ല. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് 10,000 അല്ലെങ്കിൽ അതിൽ കൂടുതലും ഒക്കെ നമുക്ക് ഫോളോവേഴ്സ് ഉള്ളത്. യൂട്യൂബിൽ അധികം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബില് സബ്സ്ക്രിപ്ഷനും അല്ലെങ്കിൽ വ്യൂസും കൂട്ടി നമുക്ക് അതിൻ്റെ അകത്ത് മോണറ്റൈസേഷൻ നടത്തുക എന്നൊരു ഉദ്ദേശം എനിക്കില്ല. കൂടുതൽ സ്റ്റുഡൻസിലേക്ക് എത്തണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പർപ്പസ് ഒന്നും അതിൻ്റെ അകത്തില്ല. അപ്പൊ അത് മാത്രം ഞാൻ എക്സ്ട്രാ ഒന്ന് പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ഇതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അപ്പൊ ഇനി കാര്യത്തിലോട്ട് കിടക്കാൻ ഞാൻ ആ PDF ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഒരു സെക്കൻഡ്. ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ സീ. നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. പിയേഴ്സന്റെ ഒരു PT അക്കാഡമിക്കും ILTസും തമ്മിലുള്ള ഒരു കമ്പാരിസന്റെ ഒരു ഒഫീഷ്യൽ PDF റിലീസ് ചെയ്തതാണ്. അവർ ഇതിനെ എൻഹാൻസ്ഡ് PT അക്കാഡമിക് എന്നാണ് വിളിക്കുന്നത്. അതായത് അവർ അപ്ഡേറ്റ് ചെയ്തല്ലോ, അപ്പൊ എൻഹാൻസ്ഡ് ആയി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ എൻഹാൻസ്ഡ് PT അക്കാഡമിക്, അവർ മാറ്റങ്ങൾ വരുത്തിയ PT അക്കാഡമിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പഠനമൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും സ്റ്റുഡൻസ് ഒന്നും എല്ലാവരും അറിയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പ്രധാനപ്പെട്ട മാർക്കിങ്ങിന്റെ കാര്യം മാത്രമൊക്കെ ഒന്ന് അറിഞ്ഞാൽ മതി. ഇത് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഈ പഠനം നടത്തിയിരിക്കുന്നതൊക്കെ അവർ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് സ്റ്റുഡൻസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ആ PDF ഷെയർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനത് പറഞ്ഞു തരുന്നുള്ളത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. അതിൻ്റെ അകത്ത് എത്ര പെർസെൻറ്റേജ് ഒക്കെയാണ് മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പം കണ്ടോ, സ്ക്രൂട്ടിനി ഓഫ് PT അക്കാഡമിക് ക്വസ്റ്റ്യൻ ടൈപ്സ്. ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിലും എങ്ങനെയാണ് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ പോയി. ഇൻ ദിസ് സെക്ഷൻ ബേസ്ഡ് ഓൺ ദ സോഷ്യോ കോഗ്നിറ്റീവ് ടെസ്റ്റ്, അപ്പം 2000 ഫ്രെയിംവർക്ക്, വി റിപ്പോർട്ട് ദ റിസൾട്ട്സ് ഓഫ് ദ കൺസ്ട്രക്ട് സ്ക്രൂട്ടിനി ഓഫ് ദ 22 ക്വസ്റ്റ്യൻ ടൈപ്സ് ഇൻ PT അക്കാഡമിക്. അതായത് PT അക്കാഡമിക്കിന്റെ 22 ക്വസ്റ്റ്യൻസ് ടൈപ്സിനെ കുറിച്ച് അവർ നടത്തിയ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ്, സിംഗിൾ ആൻസർ, റീഡിങ്ങിലെ MCQ ക്വസ്റ്റ്യൻ, സിംഗിൾ ആൻസർ. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോ. അപ്രോക്സിമേറ്റ്ലി 0.7% അപ്രോക്സിമേറ്റ് ആണ് ടോട്ടൽ. അതായത് PT-യുടെ ഓവറോൾ സ്കോറിംഗിൽ ഈ MCQ ക്വസ്റ്റ്യൻ, സിംഗിൾ ആൻസർ കാര്യമായ വലിയ കോൺട്രിബ്യൂഷൻ നടത്തുന്നില്ല. 0.7% ആണ് ടോട്ടൽ മാർക്കിങ്ങില്. പക്ഷെ റീഡിംഗ് മൊഡ്യൂളിൽ 2.5% മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ
വളരെ കുറവാണ്. മൾട്ടിപ്പിൾ ചോയ്സിൽ നേരത്തെ വലിയ മാർക്ക് ഇല്ലായിരുന്നു, ഇപ്പോഴും അതായത് സിംഗിൾ ആൻസറിൽ മാർക്കില്ല കേട്ടോ. ഇനി അടുത്തത് വരുമ്പോൾ മാർക്ക് ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആൻസർ റീഡിങ്ങിന്റെ അകത്ത് വലിയ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് അധികമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. ഇത് കുറെ അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. ഇതൊന്നും സ്റ്റുഡൻസ് അറിയേണ്ട അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യമൊന്നുമല്ല. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് അങ്ങനെ മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. പോട്ടെ. അപ്പൊ ഇനി മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസേഴ്സ്, ഈ മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസേഴ്സും എന്താണ് നമ്മൾ അത്ര വലിയ പ്രാധാന്യം ഒന്നും കൊടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമല്ല. പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, അപ്രോക്സിമേറ്റ്ലി 1.4% ഉള്ളൂ. പക്ഷെ റീഡിങ്ങിൽ 5% മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. മനസ്സിലായി? 5% മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ അല്പം ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. പഴയ പോലെ നമുക്ക് അങ്ങനെ ഉഴപ്പി വിടാൻ പറ്റത്തില്ല. ഒരു 5% മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, PT ഇങ്ങനെ ഒഫീഷ്യലായിട്ടൊന്നും, അതായത് മാർക്ക് റിലീസ് ചെയ്യുന്ന എന്റെ അറിവിൽ ആദ്യത്തെ സംഭവം കേട്ടോ. PT ആണെങ്കിലും IELTS ആണെങ്കിലും OET ആണെങ്കിലും ഇവരൊന്നും ഇങ്ങനെ മാർക്കിന്റെ പെർസെന്റേജ് ഒന്നും ഒഫീഷ്യലി അങ്ങനെ റിലീസ് ഒന്നും ചെയ്യത്തില്ല കേട്ടോ. പിന്നെ ഒരു ഏകദേശ ഒരു ഐഡിയ അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയതാണ്. അപ്പൊ ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു ഐ ഓപ്പണറാണ് കേട്ടോ. നമുക്ക് ഒരു ഇൻഫർമേഷൻ ഇതിനകത്ത് 5% മാർക്ക് അവർ ഒഫീഷ്യലി തന്നെ ഇത്രയും റിലീസ് ചെയ്തതിൽ എനിക്ക് സത്യത്തിൽ സന്തോഷമുണ്ട്. നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇനി പിള്ളേരെ പഠിപ്പിക്കാം. അപ്പം MCQ എന്ന് പറയുന്നത് ഇനി മുതൽ നമ്മൾ പണ്ടത്തെ പോലെ തള്ളിക്കളഞ്ഞ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് അല്ല, അല്പം കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ഒരു പൊടിക്കുണ്ട്. ഇനി അടുത്തതിലോട്ട് പോകാം. അപ്പൊ ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇനി റീഓർഡർ പാരഗ്രാഫ് നോക്കുക. റീഓർഡർ പാരഗ്രാഫ് ടോട്ടൽ, അതായത് നമ്മുടെ PTയുടെ ഓവറോൾ മാർക്കിൽ 2.5% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന. റീഡിങ്ങിൽ 8.8%. ഇതിന്റെ മാർക്കിന്റെ ഒക്കെ ഒരു കണക്ക് നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്താൽ കേട്ടോ. നമ്മൾ ഏകദേശം അതിന്റെ ഒരു മാർക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. അത് അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 8.8% ആണ് റീഓർഡർ പാരഗ്രാഫ്. അപ്പൊ റീഓർഡർ പാരഗ്രാഫ് അത്യാവശ്യം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു, അത്യാവശ്യം പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എത്ര മാർക്കാണ്? അത് നേരത്തെ ഇമ്പോർട്ടന്റ് ആണ്. റീഡിങ്ങിന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത് നേരത്തെ ഇമ്പോർട്ടന്റ് ആണ്. അത് പുതിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്രോക്സിമേറ്റ്ലി 5.4% ഓഫ് ടോട്ടൽ, അപ്രോക്സിമേറ്റ്ലി ടോട്ടൽ മാർക്കിങ്ങിന്റെ ഓവറോൾ മാർക്കിങ്ങിൽ 5.4%, റീഡിങ്ങിൽ 18.8%. റീഡിങ്ങിന്റെ 18.8% എന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. അത് പണ്ട് ഇമ്പോർട്ടന്റ് കേട്ടോ, പണ്ട് ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതിന്റെ അകത്ത് മാർക്ക് വേറെ എങ്ങോട്ടേലും പോകുന്നതിന്റെ കാര്യമല്ലോ പറയുന്നത്, ഞാൻ നോക്കുമായിരുന്നു. അല്ല, അത് കുഴപ്പമില്ല, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി, ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി എന്ന് പറയുന്നത് ലിസണിങ്ങിന്റെ അകത്തൊരു സംഭവമാണ്. വെയിറ്റേജ് എത്രയാണ്? 0.7% ഓഫ് ടോട്ടൽ. 0.7% എന്ന് പറയുമ്പോൾ ഒന്നും ഇല്ലല്ലോ. 0.7% എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ്സ് നത്തിങ്. അപ്രോക്സിമേറ്റ്ലി 1.7% ഓഫ് ലിസണിങ്, അപ്രോക്സിമേറ്റ്ലി 2.5% ഓഫ് റീഡിങ്. റീഡിങ്ങിന് ഒരു 2.5% കൊടുക്കുന്നുണ്ട്, ലിസണിങ്ങിന് ഒരു 1.7%. കാര്യമായി വലിയ പ്രാധാന്യം ഇല്ല. ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി പണ്ടും ഇല്ല, ഇപ്പോഴും അത്രയും വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ ഇവർ പറയുന്ന കണക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അപ്രോക്സിമേറ്റ്ലി അങ്ങനെയാ പറയുന്നത്. അതായത് ഏകദേശം 0.7%, ഏകദേശം 1.7. കാരണം ഇവന്മാർ ഉറപ്പിച്ചൊന്നും പറയത്തില്ല. കാരണം ഇതിൻ്റെ അകത്തൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതായത് ഈ പിയേഴ്സൻകാർക്ക് വേണ്ടി മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോ അത് അവർ പബ്ലിക്കായിട്ട് പറയത്തില്ല. അതുകൊണ്ടാണ് ഈ പണ്ട് IELTSന് ഇതേ പരിപാടിയായിരുന്നു. IELTSന്റെ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് അവരോട് ചോദിക്കുമായിരുന്നു, എന്താ സീക്രട്ട്, എങ്ങനെയാണ് കാര്യം എന്നൊക്കെ ചോദിക്കാറ്. പക്ഷെ അവർ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ അതുകൊണ്ടാണ് ഈ അപ്രോക്സിമേറ്റ്ലി കണക്ക് പറയുന്നത്. റീഡ് അലൗഡ് നോക്കിക്കുക. റീഡ് അലൗഡ് അപ്രോക്സിമേറ്റ്ലി 4.3% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ടോട്ടല് അപ്രോക്സിമേറ്റ്ലി 9.4% ഓഫ് സ്പീക്കിങ്ങിൽ 9.4%. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, റീഡ് അലൗഡിന്റെ മാർക്കിന് സ്പീക്കിങ്ങിൽ മാത്രമേ ഉള്ളൂ, റീഡിങ്ങിലില്ല. റീഡ് അലൗഡിനൊക്കെ എന്തുമാത്രം മാർഗായിരുന്നു. അതെല്ലാം കഴിഞ്ഞു, ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി അതൊന്നുമില്ല. റീഡ് അലൗഡിന് ഇനി അത്രയും മാർക്കൊന്നുമില്ല, ചിലപ്പോൾ ഒരു 8-10 മാർക്കൊക്കെ ആയിരിക്കും. നോക്കാം, നമുക്ക് എന്റെ അതും കൂടെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പൊ 9.4% ആണ് അതിന്റെ ഒരു മാർക്ക് എന്ന് പറയുന്നത്. സ്പീക്കിങ്ങിൽ മാത്രമേ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. പോട്ടെ, ഇനി അടുത്തതാണ് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്. സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച്, അപ്രോക്സിമേറ്റ്ലി 6.5% അതിന് പ്രാധാന്യമുണ്ട്. ഓവറോൾ മാർക്കിങ്ങിൽ
6.5%, approximately 27.7% of writing, approximately 22.5% of reading. My God, this is very, very important. നിങ്ങൾ ഇത് പണ്ടും ഇമ്പോർട്ടൻ്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ ഇത്രയും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റിംഗിന്റെ 27.7% മാർക്ക് ഏതാണ്ട് ഈ ഒരു സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ പ്രാധാന്യമാണോ? ഏകദേശം 10-30% വരുന്നില്ലേ? അപ്രോക്സിമേറ്റ്ലി 22.5% ഓഫ് റീഡിങ്ങില് 22%. അപ്പൊ ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെക്ഷന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ റീഡിംഗ് മൊഡ്യൂളിൽ മാർക്ക് കുറയും. അപ്പൊ നമ്മളത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം. നല്ല സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് കോംപ്ലക്സ് അനൻസ് ഉപയോഗിച്ച് പയറ്റിയാൽ മതി കേട്ടോ. കോംപ്ലക്സ് അനൻസ് അതിന്റെ ടിപ്സ് ഒക്കെ ഞാൻ പിന്നെ വീഡിയോയ്ക്ക് പലതവണ ചെയ്തിട്ടുണ്ട്, പിന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കോംപ്ലക്സ് അനൻസ് ഉപയോഗിച്ച് ചെയ്താൽ മതി, അടിപൊളിയായിരിക്കും, നല്ല സൂപ്പർ മാർക്ക് കിട്ടും കേട്ടോ. ഓരോന്നിനും അതിൻ്റെതായ സ്ട്രാറ്റജി ഉണ്ടെന്ന്, അതിനനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി, നമ്മൾ പാനിക്കാത്ത കാര്യം. അപ്പോൾ വേറെ എന്തെങ്കിലും ഓക്കെ. മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആൻസർ എന്ന് പറയാം, ലിസണിങ്ങിന്റെ അകത്തെയാണ് 0.7%. അയ്യോ, എന്തിനാണ് ഇവന്മാര് നമ്മുടെ സമയം കളയാനായിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്രോക്സിമേറ്റ്ലി 1.7% ഓഫ് ലിസണിങ് എന്ന് വെച്ചാൽ ഒരു പ്രാധാന്യമില്ല. പണ്ടും പ്രാധാന്യമില്ല. പക്ഷെ റീഡിങ്ങിന് നിങ്ങൾ ശ്രദ്ധിച്ചു, MCQ മൾട്ടിപ്പിൾ ആൻസേഴ്സിനൊക്കെ ഇച്ചിരി പ്രാധാന്യമുണ്ട്. പിന്നെ സിംഗിൾ ആൻസറിനാണെങ്കിൽ 2.5% മറ്റോ ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ അതിന് ഇച്ചിരി പ്രാധാന്യം വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെന്തോ ഒന്നുമില്ല, നത്തിങ്, ഒരു പ്രാധാന്യമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസേഴ്സ് ലിസണിങ്, മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ ലിസണിങ്, approximately 1.4%, 1.4 total, approximately 3.3% of listening. ഇതിന് സ്വല്പം പ്രാധാന്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച മൾട്ടിപ്പിൾ ആൻസേഴ്സിന്റെ എല്ലാം, ലിസണിങ്ങിന്റെ ആണെങ്കിലും റീഡിങ്ങിന്റെ ആണെങ്കിലും ഒരു പൊടിക്ക് പ്രാധാന്യം കൂടിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ആൻസേഴ്സിന്റെ റീഡിങ്ങിന് 5% എന്ന് അവർ പറയുന്നത്, ഇതിൻ്റെ അകത്ത് 3.3% ഓഫ് ലിസണിങ് എന്നും. അപ്പൊ അതിന്റെ മാർക്ക് എത്ര നമുക്ക് നോക്കാം കേട്ടോ. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ടുടനെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അത് കുഞ്ഞുകളിയല്ല, നമ്മൾ അതിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയരുത്. അപ്പൊ സിംഗിൾ ആൻസറിന് വലിയ പ്രാധാന്യമില്ലെന്ന് നമുക്ക് പറയാം, പക്ഷെ മൾട്ടിപ്പിൾ ആൻസറിന് അല്പം പ്രാധാന്യമുണ്ട്. അപ്പൊ അതിനനുസരിച്ചൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സെലക്ട് മിസ്സിംഗ് വേർഡ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0.4%, അപ്രോക്സിമേറ്റ്ലി 0.8% ഓഫ് ലിസണിങ്. ചെയ്യാതെ വിട്ടാലും കുഴപ്പമില്ല, നമ്മൾ ചുമ്മാതെ വിട്ടാലും കുഴപ്പമില്ല. എന്തിനാണാവോ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇങ്ങനെ ഒരു സെക്ഷൻ കൊണ്ടുവരുന്നത്? എന്തിനാ എത്ര ദാരിദ്ര്യം? 0.4%, 0.8%, അയ്യോ ഭയങ്കര സംഭവം. ഈ ഒരു സെക്ഷൻ കണ്ടുപിടിക്കാൻ തന്നെ എത്ര പേരുടെ റിസർച്ച് വേണ്ടി വന്നതാണ്? എന്തിനാണ് എത്ര ബുദ്ധിമുട്ടിക്കാൻ ഒരു സെക്ഷൻ കൊണ്ടുവച്ചിരിക്കുന്നത്? എനിക്കറിയത്തില്ല. പോട്ടെ. അപ്പൊ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല പിള്ളേരെ. അത് കഴിഞ്ഞു. ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യോ പിന്നെ മോനെ, വളരെ ഇമ്പോർട്ടന്റ്. അപ്രോക്സിമേറ്റ്ലി 3.6% ഓഫ് ടോട്ടൽ, അപ്രോക്സിമേറ്റ്ലി 83% ഓഫ് ലിസണിങ്, അപ്രോക്സിമേറ്റ്ലി 12.5% ഓഫ് റീഡിങ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ കൂട്ടിക്കുക കേട്ടോ. ഓവറോൾ മാർക്കിംഗിൽ 3% ഉണ്ടെങ്കിലും ലിസണിങ്ങിൽ 8.3%, 12.5% റീഡിങ്ങിലും ഉണ്ടെങ്കിൽ മോനെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നേരത്തെ ഈ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പ് ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പോഴും ഇമ്പോർട്ടന്റ്. ഇനി ശ്രദ്ധിച്ചോണം കേട്ടോ, കാരണം മാർക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അത് തെറ്റിക്കാനൊക്കെ ഞാൻ അതിന്റെ ട്രാപ്സിനെ കുറിച്ചൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സിനെ പ്രധാനമായിട്ട് ഒരു 6-7 ട്രാപ്പ് ഉണ്ട്. 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് അതേന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടാ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സിന്റെ കുഴപ്പമില്ല, ചെയ്യാം. ഐ വിൽ ഡു ഇറ്റ്. Fill in the blanks, type in listening approximately 3.3%. Overall marking approximately 7.5% of listening. 7.5% listening in 7.5% മാർക്ക് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ഡൗട്ട് ഒന്നുമില്ല. നേരത്തെയും ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പോഴും ഇമ്പോർട്ടന്റ്. റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. അങ്ങനെ ഇത് തെറ്റിച്ചാൽ നീ PT മറന്നേക്ക്. ഓക്കെ, PT എക്സാം നിങ്ങൾ മറന്നേക്ക്. ഈ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ നിങ്ങൾ തെറ്റിച്ചാൽ PT എക്സാം നിങ്ങൾ മറന്നേക്ക്. അപ്രോക്സിമേറ്റ്ലി 5.4% ഓഫ് ടോട്ടൽ, അപ്രോക്സിമേറ്റ്ലി 12.5% ഓഫ് ലിസണിങ്, അപ്രോക്സിമേറ്റ്ലി 23.1% ഓഫ് റൈറ്റിംഗ്.
നേരത്തെ ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റിംഗിൽ 23%, എന്തോ കുഞ്ഞുകളിയാണോ, 23% മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമാണ്. 12.5% ലിസണിങ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. പിന്നെ ഈ എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയുന്നത് ഇനി എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്യരുത് നിങ്ങൾ. ഇപ്പൊ ചിലർ പറയാം 1-2 വേർഡ്സ് ആഡ് ചെയ്യാം, 3-4 വേർഡ്സ് ആഡ് ചെയ്യാം. ഞാൻ പറയുന്നത് ചെയ്യണ്ടാകാ എന്റെ അഭിപ്രായമാണ്. ഞാൻ എന്റെ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കത്തില്ല. പിന്നെ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ. ഇപ്പൊ നമ്മള് എന്താ പറയാനാ ഈ ചിലരോട് നമ്മൾ ഒരുപാട് ഒരു പരിധിക്ക് വേണ്ടി നിർബന്ധിച്ച് കഴിഞ്ഞാൽ പറയും, സാറേ എന്റെ കൂട്ടുകാരി കൊച്ചിയിൽ പോയി എഴുതിയായിരുന്നു, അപ്പൊ അവിടെ എക്സ്ട്രാ വേർഡ്സ് ഉപയോഗിച്ചു, അപ്പൊ അവർക്ക് മറുപടി കിട്ടി, അപ്പൊ ഞാൻ ഉപയോഗിക്കാം എന്ന് പറയും. അപ്പൊ പിന്നെ നമുക്ക് മറുപടി ഒന്നുമില്ല. ഞാൻ എന്തോ പറയാനാ? ഞാൻ പറയാ പിന്നെ എന്നാ പിന്നെ ചെയ്തു കിട്ടുന്ന മേടിച്ചിട്ട് വരാൻ പറയാം. എന്തോ ചെയ്യാൻ? കഴിവ് ഒഴിവാക്കുന്ന പിള്ളേരെ നല്ലത്. ചുമ്മാ അവര് ചെയ്തു ഇവര് ചെയ്തു, ഒഫീഷ്യലി ഇതൊന്നും PTA പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ പിള്ളേരെ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കും. പിന്നെ നമ്മളങ്ങ് സമ്മതിച്ചു കൊടുക്കും. ചിലത് നമ്മളങ്ങ് അംഗീകരിച്ച് അങ്ങ് നിന്ന് കൊടുക്കും പിള്ളേരുടെ താളത്തിന്. എന്തോ ചെയ്യാൻ പറ്റും? അപ്പൊ പിന്നെ അങ്ങനെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ എന്നാ പിന്നെ ചെയ്യുന്നു പറയാം, അല്ലെങ്കിൽ എന്തോ ചെയ്യാൻ. പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോട് യോജിപ്പില്ല. നിങ്ങൾ വളരെ പ്രമുഖരായിട്ടുള്ള ട്രെയിനേഴ്സിന്റെ ഒക്കെ നിങ്ങൾ കണ്ടാലും നിങ്ങൾ അവരൊന്നും അതിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഈ ഞങ്ങളെ പിയേഴ്സിന്റെ എപ്പോഴും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു. അവരൊന്നും ഇത് ഒഫീഷ്യലായിട്ട് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരിക്കലും അവരിത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പൊ ദാണ്ട് ഈ മാസം ട്രെയിനിങ് ഉണ്ട് ഓഗസ്റ്റില്. ഈ മാസം എന്ന് പറഞ്ഞാൽ ഈ ഓഗസ്റ്റിൽ ഇപ്പൊ ദാണ്ട് ഈ അപ്ഡേറ്റിനെ കുറിച്ച് കൊച്ചി വെച്ച് ട്രെയിനിങ് വരുന്നുണ്ട്. അത് ഓഫ്ലൈൻ ട്രെയിനിങ് തന്നെയാണ്. അപ്പം ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോയി അറ്റൻഡ് ചെയ്യും. നമ്മൾ സ്ഥിരമായിട്ട് PH ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അവരൊന്നും ഒരിക്കലും ഒഫീഷ്യലി ഇതൊന്നും അംഗീകരിക്കുന്നേ ഇല്ല. പിന്നെ എന്തെങ്കിലും സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും ഒരു ഗ്ലിച്ച് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുകൊണ്ടൊക്കെ പണ്ടൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനിയൊന്നും അത് ചെയ്യാതിരിക്കുന്നത് നല്ലത്. പോട്ടെ ഞാൻ കഥ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിലോട്ട് കൂടുതൽ കിടക്കുന്നില്ല. ഞാൻ പിന്നീട് വീഡിയോ ചെയ്യുമ്പോൾ ഞാനത് പറയാം. ഇനി സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ്. സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 4.3% ഓഫ് ടോട്ടൽ, അപ്രോക്സിമേറ്റ്ലി 10% ഓഫ് ലിസണിങ്, അപ്രോക്സിമേറ്റ്ലി 18.5% ഓഫ് റൈറ്റിംഗ്. അപ്പോൾ സമ്മറൈസ് സ്പോക്കൺ ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. 10% ലിസണിംഗിൽ വരുന്നെങ്കിൽ ഇമ്പോർട്ടന്റ് അല്ലേ? 18.5% റൈറ്റിംഗിൽ വരുന്നെങ്കിൽ ഇമ്പോർട്ടന്റ് അല്ലേ? തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അതിന് നല്ല ടെംപ്ലേറ്റുകളുണ്ട്. ഈ ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ കണ്ടന്റ് കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റും നല്ല അടിപൊളി ടെംപ്ലേറ്റുകളുണ്ട്. നിർബന്ധമായിട്ട് നിങ്ങളത് ഉപയോഗിക്കുക. നമ്മുടെ PT സ്റ്റോറീസിലെ പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് ചെയ്താൽ മതി. വലിയ പ്രയാസമൊന്നുമില്ല. പഴയ പോലെ തന്നെ. എന്നാൽ ഇമ്പോർട്ടന്റ് ആണ് സമ്മറൈസ് സ്പോക്കൺ ടെസ്റ്റ് ഇമ്പോർട്ടന്റ്. ഇനി അടുത്ത റിപ്പീറ്റ്സ് ആൻഡ് ആൻസർ. നേരത്തെ ഇമ്പോർട്ടന്റ് ആണ്, ഇനി അപ്ഡേറ്റിന് ശേഷം ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി 7.2% ഓഫ് ടോട്ടൽ, അപ്രോക്സിമേറ്റ്ലി 16.7% ഓഫ് ലിസണിംഗ്, അപ്രോക്സിമേറ്റ്ലി 15.6% ഓഫ് സ്പീക്കിംഗ്. അപ്പോ 16.7% ലിസണിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് അല്ലേ? 15.6% സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് അല്ലേ? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ റിപ്പീറ്റ് നേരത്തെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അതിന്റെ അകത്ത് പുതിയ കാര്യമൊന്നുമില്ല. ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ ആ പെർസെന്റേജ് നിങ്ങൾ മനസ്സിലാക്കി എത്രത്തോളം അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന്. ഇനി അടുത്ത എസ് എ പഴയ തരികടി ഒന്നും നടക്കത്തില്ല. കണ്ടന്റ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടെംപ്ലേറ്റ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. കണ്ടന്റ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടെംപ്ലേറ്റ് തന്നെ ഉപയോഗിക്കണം. പഴയ തമാശയൊന്നും നടക്കത്തൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെ എന്തോ അറിയാം, പലയിടത്ത് പല ടെംപ്ലേറ്റുകളൊക്കെ നമ്മൾ കാണാൻ നമുക്ക് ഞെട്ടിപ്പോകും. എന്ന് വെച്ചാൽ ഒരു വാക്ക് പോലും സ്വന്തമായിട്ടില്ല, എല്ലാം ടെംപ്ലേറ്റ്. ഒന്നാലോചിച്ച് ഏത് എസ് ചോദിച്ചാലും ഒരു ടെംപ്ലേറ്റ് അങ്ങോട്ട് എഴുതി വെക്കും. ഒരു വാക്ക് പോലും സ്വന്തമായിട്ട് എഴുതുന്നില്ല, കാണാപ്പാട്. പക്ഷെ അങ്ങനെയൊക്കെ പണ്ട് സോഫ്റ്റ്വെയറിന്റെ പ്രശ്നങ്ങൾ കാരണം മാർക്ക് കിട്ടുമായിരുന്നു. അപ്പൊ അതാണ് കൂടുതൽ പ്രോത്സാഹനമായത്. പക്ഷെ ഇനി ആ പരിപാടിയൊന്നും നടക്കത്തില്ല. പക്ഷെ പണ്ട് ഞാനത് പ്രോത്സാഹിപ്പിക്കത്തില്ല കേട്ടോ. കണ്ടന്റ് എഴുതുന്ന തന്നെ വേണമെന്ന് ഞാൻ പറയുമായിരുന്നു. കണ്ടന്റ് കൂടുതൽ വേണമെന്ന് തന്നെ ഞാൻ പറയുമായിരുന്നു. പക്ഷെ ടെംപ്ലേറ്റ് ഉണ്ട്. പക്ഷെ കണ്ടന്റ് കൂടുതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇച്ചിരി ഇടത്തക്ക നിലയിലൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പൊ അപ്രോക്സിമേറ്റ്ലി 7.2% ഓഫ് ടോട്ടൽ, അപ്രോക്സിമേറ്റ്ലി 30.8%. എന്നാലും 30.8% എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഒരിക്കലും ഇല്ല. ഓക്കെ. റൈറ്റിങ്ങിനാണ് അത്രയും മാർക്ക് പോകുന്നത്. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് സോറി, ഇതെന്താണ് എസ്സയുടെ കാര്യം തന്നെ പറഞ്ഞത്. ഓക്കെ. അപ്പൊ അത് അങ്ങനെ. ഇനി അടുത്ത എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഡ്രോപ്പ് ഡൗൺ. നേരത്തെ ഇമ്പോർട്ടന്റ് ആണ്, അറിയാമല്ലോ. 27.5% ഓഫ് റീഡിംഗ്, 8% ഓഫ് ഓവറോൾ മാർക്കിംഗ്. ഓവറോൾ മാർക്കിംഗിൽ 8%, 27.5% ഓഫ് റീഡിങ്ങിന്റെ 27.5% എന്താണ്? FIB ഡ്രോപ്പ് ഡൗൺ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഡ്രോപ്പ് ഡൗൺ, വെരി ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. ഡിസ്ക്രൈബ് ഇമേജ് 14.5%, അപ്രോക്സിമേറ്റ്ലി 31.3% ഓഫ് സ്പീക്കിംഗ്, 31%. ഡിസ്ക്രൈബ് ഇമേജ് പഴയ പോലെയൊക്കെ തന്നെ കേട്ടോ. അതായത് ഇമ്പോർട്ടൻസ്, പ്രാധാന്യം അതുപോലെ തന്നെ ഉണ്ട്. 14.5% ഓഫ് ടോട്ടൽ ആണ് ഡിസ്ക്രൈബ് ഇമേജ്.
വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറിയാമല്ലോ. Retail lecture 5.8%, approximately 13.3% of listening, 12.5% of speaking. Very, very important. 13.3% നല്ലൊരു ശതമാനമാണ്. 12.5% സ്പീക്കിങ്ങിനുണ്ട്. അപ്പൊ അതുകൊണ്ട് റീറ്റെയിൽ ലെക്ചർ വളരെ ഇമ്പോർട്ടന്റ്. ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ, അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തായിരുന്നു കേട്ടോ, ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ പോയിട്ട് വരിക. അപ്രോക്സിമേറ്റ്ലി 1.8%, ലിസണിങ്ങിന് 4.2%. ഇത് ലിസണിങ്ങിലോട്ട് മാത്രമായിട്ട് മാറ്റി കേട്ടോ. ഇതിനെ നിസ്സാര LKG ആണ്. നമ്മൾ ചുമ്മാ പ്രാക്ടീസ് ഒന്നും ഇല്ല, വെറുതെ വിട്ടോണ്ടിരുന്ന ഒരു സെക്ഷനാണ്. പക്ഷെ അല്പം കൂടെ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ, ഇല്ല പരിപാടി നടക്കില്ല. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇപ്പൊ പുതിയതായിട്ട് ആഡ് ആയിട്ടുള്ള സംഭവം സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ്? 8.7% ഓഫ് ടോട്ടൽ, അപ്രോക്സിമേറ്റ്ലി 20% ഓഫ് ലിസണിങ്. മൈ ഗോഡ്, 20% ഓഫ് ലിസണിങ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് അല്ലേ? 18.8% ഓഫ് സ്പീക്കിംഗ്, 18.8% ഓഫ് സ്പീക്കിംഗ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷന്റെ കളി എന്തോന്ന് അറിയാം? നോട്ട് ടേക്കിംഗിലാണ്. സ്പീക്കർ 1 എന്ത് പറഞ്ഞു, സ്പീക്കർ 2 എന്ത് പറഞ്ഞു, സ്പീക്കർ 3 എന്ത് പറഞ്ഞു, അതിന്റെ ഒരു ജസ്റ്റ് ടിപ്സും അതിന്റെ നോട്ട് ടേക്കിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ഞാനിട്ടായിരുന്നു, നിങ്ങൾക്ക് അത് നോക്കി കഴിഞ്ഞാൽ കാണാം കേട്ടോ. അപ്പൊ അതിന്റെ നോട്ട് ടേക്കിങ്ങിലാണ് അതിന്റെ കാര്യങ്ങൾ, എന്നാലും നടക്കത്തുള്ളൂ. പാനിക്കൊന്നും ആവണ്ട, നിങ്ങൾ വൃത്തിക്ക് അങ്ങ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്താൽ മതി. ഒരു ട്രെയിനറിന്റെ സപ്പോർട്ടോടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ? റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ പുതിയതായിട്ട് വന്ന ക്വസ്റ്റൻ ആണ്. ഈ റെസ്പോണ്ട് ടു എ സിറ്റുവേഷനെ കുറിച്ചൊന്നും എന്തോ അതിന്റെ അകത്ത് പേടിക്കാൻ എന്തോ? റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ നേരത്തെ PT കോറിന്റെ അകത്തുള്ളതാണ്. PT കോർ എന്ന് പറഞ്ഞാൽ എന്താ? കാനഡ മൈഗ്രേഷന് വേണ്ടി പിള്ളേർ എഴുതിക്കൊണ്ടിരുന്ന ഒരു എക്സാം, അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതൊക്കെ തന്നെ ഉപയോഗിച്ച് ചെയ്യാം. ഇതിന്റെ അകത്ത് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനിലുള്ള പുതുതായിട്ട് വന്നതല്ല, അതിന്റെ അകത്ത് പേടിക്കാനൊന്നുമില്ല. അപ്രോക്സിമേറ്റ്ലി 5.8%, അപ്രോക്സിമേറ്റ്ലി 12.5% സ്പീക്കിംഗ്. ഓക്കെ, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. 12.5%ഓളം അതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കാവുന്നത് പ്രധാനപ്പെട്ട എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലെ? അത്രേ ഉള്ളൂ. നമ്മുടെ പെർസെന്റേജ് കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ അവർ ഒഫീഷ്യലായിട്ട് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് റിലീസ് ചെയ്ത PDF-ന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന അത്രയും കാര്യങ്ങളാണ്. നമുക്കൊരു ഐഡിയക്ക് വേണ്ടി നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിന്റെ അകത്ത് തയ്യാറാക്കിയിട്ടുള്ള അതായത് ഒഫീഷ്യൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നിങ്ങളുടെ ഒരു ഐഡിയയിലേക്ക് ഞാൻ പറയുകയാണ്. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് സഹായിക്കും. എത്ര പെർസെന്റേജ് ഉണ്ട്, എത്ര മാർക്ക് ഉണ്ട്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള ഒരു PDF ആണ്. ഞാനത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, ഒരുപാട് നേരം എടുക്കത്തില്ല. ഇപ്പൊ തന്നെ വീഡിയോ കുറച്ചായെന്ന് തോന്നുന്നു. എനിക്ക് ഒരുപാട് നേരം ഈ വീഡിയോ എടുക്കുന്നതിനോടും വലിയ താല്പര്യമില്ല. കാരണം ഒന്നാമത് നമുക്ക് വേറെ ക്ലാസ്സുകളുണ്ട്. ഈ വീഡിയോ എടുത്തിട്ട് ഞാനിത് എഡിറ്റിങ്ങിന് പോലും വിടുന്നില്ല കേട്ടോ. ഈ വീഡിയോ ഒക്കെ ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യുക. കാരണം എഡിറ്റിങ്ങിനൊക്കെ പോയിട്ട് വീഡിയോ തിരിച്ചു വരുമ്പോഴത്തേക്ക് ലോകം അവസാനിക്കും, ഒരുപാട് സമയമൊക്കെ എടുക്കും. നമ്മൾ അങ്ങനെ സമയം കളയുന്നില്ല. ഇനിയിപ്പോ കണ്ടിന്യൂസ്ലി ഞാൻ വീഡിയോസ് ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ യൂട്യൂബില്. കാരണം സ്റ്റുഡൻസ് പലരും ഇങ്ങനെ പറയുന്നുണ്ട്, അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടാൽ നമുക്കൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് പിള്ളേർ പറയുന്നുണ്ട്. ഞാൻ യൂട്യൂബ് അധികം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സമയമില്ല. ഒരുപാട് മണിക്കൂർ ക്ലാസ് എടുക്കുന്നുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പൊ സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും മടിക്കുന്നത്. ഓക്കെ, എനിവേ, അപ്പൊ ഈ ഒഫീഷ്യൽ നമ്മൾ അതായിട്ട് തയ്യാറാക്കി സ്റ്റോറീസ് ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഞാൻ റെഡിയാക്കിയാണ് സംഭവം. പക്ഷെ ഇതൊക്കെ ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് കേട്ടോ. ഇതൊന്നും ഒരു പെർഫെക്റ്റ് കണക്കൊന്നുമല്ല. അതുകൊണ്ട് ഇവിടെ PT-ക്കാർ തന്നെ പറയുന്ന അപ്രോക്സിമേറ്റ് ആണ്. പിന്നെ എനിക്ക് എന്താ കൊണ്ട് പറഞ്ഞുകൂടാ? PT ഇത് ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ്, ഏകദേശ കണക്കാ, ഏകദേശ മാർക്കാ കേട്ടോ. ഇപ്പൊ റീഡ് അലൗഡിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 4.3%. അപ്പൊ നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസ് നോക്കാം. സ്പീക്കിങ്ങിന് 9.4% ഉണ്ട്. സ്പീക്കിങ്ങിന് മാത്രമുള്ള റീഡ് അലൗഡ്. റിപ്പീറ്റ് സെലൻസ് 15.6% ആണ്. സ്പീക്കിങ്ങില് ലിസണിങ്ങിൽ 16.7%. അപ്പൊ റിപ്പീറ്റ് സെലൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കേണ്ടത് എന്താണ്? 2 മൊഡ്യൂൾസിൽ വരുന്ന ക്വസ്റ്റ്യൻ സെറ്റുകളെയാണ് നമ്മൾ കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഡിസ്ക്രൈബ് ഇമേജിന്റെ പെർസെന്റേജ് നോക്കിയാൽ 31.3% സ്പീക്കിങ്ങിൽ. അത് വേറെ മൊഡ്യൂളിലൊന്നും വരുന്നില്ല, പക്ഷെ അത്രയും മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. റീറ്റെയിൽ ലെക്ചർ നോക്കി സ്പീക്കിങ്ങിലും ഉണ്ട്, ലിസണിങ്ങിലും ഉണ്ട്. അപ്പൊ അത് പെർസെന്റേജ് കൂടുതലാണ്. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നോക്കിയാൽ സ്പീക്കിങ്ങിലും ഉണ്ട്, ലിസണിങ്ങിലും ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ നോക്കിയാൽ ലിസണിങ്ങിൽ മാത്രമാണ്. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ സ്പീക്കിങ്ങിൽ മാത്രമാണെങ്കിൽ പെർസെന്റേജ് ശ്രദ്ധിച്ചാൽ മതി. റൈറ്റിംഗ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് റൈറ്റിംഗ് മൊഡ്യൂൾ വരുന്നത്? സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്, എസ്സേ, സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ്, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. ഇത് 4ആണ് പ്രധാനമായും റൈറ്റിംഗ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, അപ്പോ റൈറ്റിംഗ് മൊഡ്യൂളിൽ മാത്രമായിട്ടുള്ളത് എസ്സേ ആണ്. 30.8%, ഏകദേശം 31%. നിങ്ങൾ ഇത് അറിഞ്ഞിരുന്ന നന്നായിരിക്കും കേട്ടോ. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് ഇത് ഈ PDF നിങ്ങൾക്ക്
ഇൻസ്റ്റഗ്രാം ത്രൂ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് വരത്തക്ക നിലയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഞാൻ അതിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇൻസ്റ്റഗ്രാം ത്രൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുന്ന സാഹചര്യം ഞാൻ നോക്കാം. ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ട് ഞാനത് തരത്തക്ക നിലയിൽ സ്റ്റുഡൻസിന് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ട്, ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്, ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യപ്പെടുത്തു. പോട്ടെ. അപ്പോൾ എസ് എ അങ്ങനെ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 27.7%, റീഡിംഗിൽ 22%. സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ് റൈറ്റിംഗിലുണ്ട്, ലിസണിങ്ങിലുണ്ട് 18.5%, 10%. റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ റൈറ്റിംഗിലുണ്ട്, ലിസണിങ്ങിലുണ്ട്. റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ഒക്കെ പറയണ്ട, അറിയാലോ, ഞാൻ മുമ്പേ പറഞ്ഞു, വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, റീഡിംഗ് മൊഡ്യൂൾ എന്താണ്? റീഡിംഗ് 2.5%. സോറി, MCQ മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചാണ് 5% ആക്കിയിട്ടുണ്ട്. പിന്നെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് അതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞു. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഇമ്പോർട്ടന്റ് ആണ്, 27%. പിന്നെ റീഓർഡർ 8.8%. സമ്മറൈസ് 22%. സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് റീഡിങ്ങിനും റൈറ്റിംഗിനും മാർക്ക് വരുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ് ശ്രദ്ധിച്ചോണം, ലിസണിങ്ങിന് മാർക്ക് പോകുന്നുണ്ട്, റീഡിംഗ് ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, അത്ര ഇമ്പോർട്ടന്റ് ശ്രദ്ധിക്കണം. ഇനി ലിസണിങ്ങിന്റെ ഇതുപോലെ തന്നെ പെർസെന്റേജുകൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, റിപ്പീറ്റ് സെന്റൻസ്, സ്പീക്കിംഗ്, ഇതിനും എല്ലാം പോകുന്നുണ്ട്. ഇങ്ങനെ പെർസെന്റേജ് കണക്കിലുള്ള മാർക്കുകളാണ്. ഇതെല്ലാം ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം, നിങ്ങൾ ഇനി ഏതാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ളത് ശ്രദ്ധിച്ച്. സ്പീക്കിംഗിൽ ഇനി മുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏതൊക്കെയാണോ? ഡിസ്ക്രൈബ് ഇമേജ്, റിപ്പീറ്റ് സെന്റൻസ്, സമ്മറൈസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇത് രണ്ടുമാണ്. എന്ന് പറഞ്ഞ റെസ്പോണ്ടീവ് സിറ്റുവേഷൻ പഠിക്കേണ്ടെന്നല്ല, എന്ന് പറഞ്ഞ് റീഡ് അലൗഡ് ഇനി പഠിക്കേണ്ടെന്നല്ല. മാർക്ക് കൂടുതൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ചിട്ടൊരു ഇതിലാണ് നമ്മൾ പറയുന്ന ഏറ്റവും ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത്. ബാക്കിയുള്ളതെല്ലാം പഠിക്കണം. ഒരു സെക്ഷനും, അതായത് തീരെ ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞിരുന്നില്ല, അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം പഠിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഇത് ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏതാണ്? ഇനി റൈറ്റിംഗില് എസ് എ, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്, ഫോക്കസ് കൂടുതൽ എടുത്ത് പഠിക്കുക. ഇനി റീഡിംഗിൽ FIB ഡ്രോപ്പ് ഡൗൺ, FIB ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്, ഹൈലൈറ്റ് കറക്റ്റ് വേർഡ്സ്, ഫോക്കസ് ചെയ്ത് പഠിക്കുക. റിപ്പീറ്റ് സെന്റൻസ് ലിസണിംഗിൽ, റിപ്പീറ്റ് സെന്റൻസ്, റിട്ടൺ ലെക്ചർ, SST, ഡിക്റ്റേഷൻ. പിന്നെ FIBയും കൂടെ ഉണ്ട് കേട്ടോ, അത് ഇതിന്റെ അകത്ത് എനിക്കൊന്ന് മിസ്സായി പോയത്. FIBയും കൂടെ നിങ്ങൾ പഠിക്കണേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ ലിസണിങ്ങിന്റെ അതിനും അല്പം പെർസെന്റേജ് മാർക്ക് ഉണ്ടായിരുന്നല്ലോ. റിട്ടൺ ലെക്ചർ ഉണ്ട്, സമ്മറൈസ്, സ്പോക്കൺ ടെക്സ്റ്റ്, റിപ്പീറ്റ് സെന്റൻസ്, ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. FIBയും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ, അത് എനിക്ക് ഇതിന്റെ അകത്ത് വിട്ടുപോയി. പോട്ടെ, ഇതാണ് ഇതിന്റെ ഒരു മാർക്ക് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മാർക്ക് കോൺട്രിബ്യൂഷൻ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലതാണ് കേട്ടോ, വളരെ. റീഡ് അലൗഡ് അപ്രോക്സിമേറ്റ് കേട്ടോ, അപ്രോക്സിമേറ്റ് ആണ്. ഇപ്പൊ 8.3 8.5 അല്ലെ 8.8 ഒക്കെ ആ ഒരു റേഞ്ച് ഒക്കെയാണ്. ചിലപ്പോൾ നമ്മൾ 8 എന്ന് തന്നെ കേട്ടോ, 8.3 8.4 ഒക്കെ ആണെങ്കിൽ ആ ഒരു മാർക്ക് ഒരു ഏകദേശ കണക്കിലാണ്. റിപ്പീറ്റ് സെന്റൻസ് എന്റെ മാർക്കുകൾ നോക്കിയോ, 12 13, ഡിസ്ക്രൈബ് ഇമേജ് 25, റീട്ടൺ ലെക്ചർ 10 11, സമ്മറൈസ് ഡ്യൂപ്ലിക്കേഷൻ 15 16 ആ റേഞ്ച്, റെസ്പോണ്ട് ഡിസിഷൻ 10, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് 20 to 80, എസ്എ 25. പിന്നെ റീഡിങ്ങിന്റെ 2 4 50, പിന്നെ റീഡിങ്ങിന്റെ 2 4 15 22, റീഡിങ്ങിന്റെ റീഓർഡർ പാരഗ്രാഫ് 7, സമ്മറൈസ് സ്പോക്കൺ 15 8. അപ്പൊ റൈറ്റ് ഫ്രം ഡിക്റ്റേഷന്റെ മാർക്ക് നോക്കിയേ 18 10, ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ് എന്ന് പറയുമ്പോൾ 10 7. ഇങ്ങനെ ഈ മാർക്ക് നിങ്ങൾ കൂട്ടി വരുമ്പോൾ ഓവറോൾ ഒരു 80 വരുന്നത് കേട്ടോ. അതായത് ബേസ് മാർക്ക് 10 വെച്ചിട്ടാണ് എടുത്തേക്കുന്നത് ഇത്. അതായത് ഇപ്പൊ നിങ്ങൾ എല്ലാം അങ്ങ് തെറ്റിച്ചു, നിങ്ങൾക്ക് 0 കിട്ടത്തില്ല, 10 മാർക്ക് ആയിരിക്കും കിട്ടുന്നത്. PTയുടെ ഒരു കണക്ക് 10 to 90 ആ, അല്ലാതെ 0 to 90 അല്ല. അപ്പൊ അതുകൊണ്ട് ഒരു ബേസ് മാർക്ക് 10 ആണ്. അപ്പൊ ഓവറോൾ നിങ്ങൾ കൂട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 80 ആയിരിക്കും ഇതിന്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. അപ്പൊ 80 അപ്പൊ പ്ലസ് 10 ബേസ് മാർക്ക് കൂടെ വെച്ച്, അങ്ങനെയാണ് ഇതിന്റെ ഒരു കണക്ക് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ തോന്നുന്നത്, നിങ്ങളെല്ലാം കൂട്ടി നോക്കുമ്പോൾ സാർ 80 ഉള്ളല്ലോ 90 മാർക്ക് നിങ്ങൾ ചിന്തിക്കരുത്. ബേസ് മാർക്ക് 10, അതിവിടെ എഴുതിയിട്ടുണ്ട്. ഫൈനൽ സ്കോർസ് ആർ കാൽക്കുലേറ്റഡ് ബൈ ആഡിംഗ് ബേസ് 10 marks. So each section ranges from 10 to 90. 10 to 90 ആണ്. പക്ഷെ ഇത് കൂട്ടുമ്പോൾ ചിലപ്പോൾ 80 വരത്തുള്ളൂ, 80. കാരണം ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ മാർക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങൾ 90 ഔട്ട് ഓഫ് റേഞ്ചിൽ എടുക്കുകയാണെങ്കിൽ പെർസെന്റേജ് വെച്ച് നിങ്ങൾ കൂട്ടിയാൽ മതി, നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് നിങ്ങൾക്ക് പറ്റും. അപ്പൊ ഇതാണ് ഏകദേശം ഒരു കണക്ക്. നിങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് പഠിക്കണം, മാർക്ക് കോൺട്രിബ്യൂഷൻ അനുസരിച്ച് പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഏതിനാണ് മാർക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇപ്പൊ എല്ലാം ഒരുമാതിരി ഇമ്പോർട്ടന്റ്, എല്ലാം പഠിക്കണം. പക്ഷെ മാർക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫോക്കസ് ചെയ്ത് പഠിക്കുക, നിങ്ങൾക്ക് അപ്പൊ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ്. ഈ ഏത് ക്വസ്റ്റ്യനുകളുടെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ്.
എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം ഒരു അപ്രോക്സിമേറ്റ് കൃത്യ കണക്ക് PSക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കൃത്യമായിട്ട് ഇത്രയായിരിക്കും ഇതിന്റെ മാർക്ക്, അല്ല ഇത്ര ഇങ്ങനെ. അത് PSക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ, നമുക്കറിയത്തില്ല. ഇതൊക്കെ ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ്. നിങ്ങൾക്ക് ഒരു ഏകദേശം ധാരണ കിട്ടി കാണുകയായിരിക്കും. August 7th ശേഷം എക്സാം എഴുതുന്നവര്, അല്ലെ August 7th മുതൽ എക്സാം എഴുതുന്നവർ നിർബന്ധമായിട്ട് ഇത് അറിഞ്ഞിരിക്കണം. നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് അറിഞ്ഞു. ഇതിനനുസരിച്ച് വേണം നിങ്ങൾ ഇനി പഠിക്കാൻ. അതായത് ചുമ്മാ കാടി കയറി നിങ്ങൾ ചുമ്മാ കുറെ കാര്യങ്ങൾ പഴയ പോലെ പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ ഇനിയും കഥ കുറച്ച് സമയം കളഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഞാൻ ഇപ്പൊ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനും ഈ പ്രഡിക്ഷൻ ക്വസ്റ്റിന്റെ ഒക്കെ കുറച്ച് ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതുമായിട്ടൊക്കെ അടുത്ത ദിവസം വരാം. അപ്പൊ ഇപ്പൊ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയി കാണുകയായിരിക്കും. നോക്കട്ടെ, പറ്റുമെങ്കിൽ ഇതിന്റെ PDF ഞാൻ ഇൻസ്റ്റാഗ്രാം ത്രൂ മെസ്സേജ് ആയിട്ട് അയപ്പിക്കുന്ന രീതിയിലോ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് നോക്കാം. സാഹചര്യം പോലെ ഞാനത് ചെയ്തോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ PT സ്റ്റോറീസിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ സ്റ്റുഡന്റിനും ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ട്രെയിനറെ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞങ്ങൾക്ക് നല്ല റിസൾട്ടുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, തൽക്കാലം ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. വേറെ ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഓർമ്മയിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ല. ബാക്കിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ ഞാൻ ഡിസ്കസ് ചെയ്തു. താങ്ക് യു.